വെർട്ടിക്കൽ റൂട്ട്സിൻ്റെ അടുത്ത ചെറിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കൊല്ലങ്കോട് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കൊല്ലങ്കോടിൻ്റെ കാഴ്ചകൾ കാണിച്ചു. കൊല്ലങ്കോട് കഴിഞ്ഞിട്ട് മടങ്ങി വരുന്ന വഴി ഇപ്പോൾ ഉള്ളത് കവ ആണ്. കവ നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയായിരിക്കും. മലമ്പുഴ ഡാം എല്ലാവരും കേട്ടിട്ടുണ്ടാവും. പലരും മലമ്പുഴ ഡാമിൽ വന്നിട്ടുണ്ടാവും. എന്നാൽ ശരിക്കും മലമ്പുഴ ഡാമിൻ്റെ അവിടുന്ന് ഒരു ഏകദേശം 10 കിലോമീറ്റർ നമ്മൾ സഞ്ചരിച്ച് കഴിഞ്ഞാൽ, ഡാമിന് ചുറ്റിയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ കവയിലെത്തി കഴിഞ്ഞാൽ നമ്മൾ ഈ ഡാമിൻ്റെ ഏറ്റവും എൻഡ് ഭാഗമാണിത്. റിസർവോയറിൻ്റെ ഏറ്റവും എൻഡ് ഭാഗം. നല്ല രസമുള്ള ഒരു കാഴ്ചയാണത്. അപ്പോൾ അതിൻ്റെ ചെറിയ ഡ്രോൺ വീഡിയോകളൊക്കെ ഉൾപ്പെടുത്തിയില്ല, ചെറിയൊരു വീഡിയോ ആണിത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, വീഡിയോ കണ്ടിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ ഓക്കെ. അപ്പോൾ കവയിൽ എല്ലാവരും ഇറങ്ങിയ സ്ഥലത്താണ് ഇപ്പോൾ ഞങ്ങളും ഇറങ്ങിയത്. ഇത് തന്നെയാണോ ശരിക്കും കവയിൽ എല്ലാവരും ഇറങ്ങുന്ന സ്പോട്ട് എന്ന് വെച്ചാൽ അറിയില്ല. ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. ശരിക്കും ഇപ്പോൾ ഡാമിൽ വെള്ളം കൂടിയത് കൊണ്ട് ഈ ഭാഗങ്ങളൊക്കെ വെള്ളം കയറിയതാണ്. അല്ലെങ്കിൽ ഈ ഒരു കുറേ ഭാഗത്തേക്ക് നമുക്ക് നല്ല കര ഉണ്ടായിരുന്നു. അതായിരുന്നു കവയുടെ ഏറ്റവും വലിയ ഭംഗി. ഇപ്പോൾ ഈ നിൽക്കുന്ന പനകളൊക്കെ ശരിക്കും കരയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ അവിടെയൊക്കെ വെള്ളമായി. അപ്പോൾ നമ്മളിതിൻ്റെ ഡ്രോൺ ഷോട്ടുകളാണ്. അപ്പോൾ നമുക്ക് ശരിക്ക് മലമ്പുഴ ഡാമിൻ്റെ ഈ ഒരു ബാക്ക് സൈഡ്, അതിൻ്റെ ഒരു എൻഡ്, അതിൻ്റെ കാഴ്ചകളാണ് ഈ കവയിലുള്ളത്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിയാൽ നമുക്ക് പല കുന്നുകളായിട്ട് പല തുരുത്തുകൾ, അതിൻ്റെ ഇടയിലൂടെ വെള്ളം, റിസർവോയറിൻ്റെ കാഴ്ചകൾ ഒക്കെ നമുക്കവിടെ കാണാം. അപ്പോൾ ഈ ഞാൻ പറയുന്നത് ശരിക്കും ഈ മഴക്കാലത്തല്ല ശരിക്കും കവയിൽ വരേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. കുറച്ച് അല്ലാത്ത സമയത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ കുറേ ഭാഗം ഒരു നല്ല കരയായിട്ട് ഇവിടെ ഉണ്ടാവും. അത് നല്ലൊരു കാഴ്ചയാണ്. ഇവിടെ വൈകുന്നേരങ്ങളൊക്കെ നല്ലൊരു കാഴ്ചയാണ്. അപ്പോൾ ആ സമയത്ത് വരാൻ നോക്കുക. അപ്പോൾ കവയിൽ നിന്ന് ഞങ്ങൾ തിരിച്ച് വീണ്ടും മലമ്പുഴ ഡാമിലേക്ക് വന്നു. മലമ്പുഴ ഡാമിന് ചുറ്റിയിട്ട് എങ്ങനെയാണ് നമ്മൾ ആ കവയിലേക്ക് പോകുന്ന റോഡ്. ഇവിടുന്ന് ഏകദേശം ഒരു 10 കിലോമീറ്റർ ആണുള്ളത്. അപ്പോൾ നല്ല മഴയാണ്, ആളുകളൊക്കെ കുറവാണ്. അപ്പോൾ ജസ്റ്റ് ഇവിടെ വന്ന സ്ഥിതിക്ക് ഒന്ന് കയറി നോക്കിയിട്ട് നമ്മൾ ഈ മഴക്കാലത്ത് മലമ്പുഴ ഡാമിൻ്റെ ചെറിയൊരു കാഴ്ച കൂടി നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ കയറിയത്. മലമ്പുഴ ഗാർഡന് മുകളിലൂടെയുള്ള സിപ്പ് ലൈൻ ഉണ്ടോ. മിക്കതും കാലിയാണ്, എന്നാൽ ചിലതിലൊക്കെ ആളുണ്ട്. പൊതുവെ ഈ മഴ ആയതുകൊണ്ടാണ് ആൾ കുറവ്. ചിലപ്പോൾ അല്ലാത്ത സമയത്ത് കുറച്ചും കൂടിയൊക്കെ ആളുണ്ടാവേണ്ടതാണ്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഗാർഡൻ നന്നായി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ് എന്ന് പറയേണ്ടി വരും. ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് ഇവിടെ വന്നിട്ടുണ്ട്. ആ സമയത്തുള്ളതിനേക്കാളും വളരെ മോശമായിട്ടാണ് ഇപ്പോഴുള്ള അവസ്ഥ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. ശരിക്കും ഇത് ഈ ഒരു ഗാർഡൻ കുറേ കൂടി നന്നായി മെയിൻറ്റെയിൻ ചെയ്യാമായിരുന്നു എന്ന് ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് അറിയിക്കുക. അപ്പോൾ ഡാമിന് മുകളിൽ കയറിയിട്ടുള്ള കാഴ്ചയാണിത്. നല്ല മഴ ആയതുകൊണ്ട് നമ്മൾ അധികം ഇവിടെ നിൽക്കുന്നില്ല. കണ്ടോ, ഈ മഴയത്ത് റെയിൻകോട്ടൊക്കെ ഇട്ട് അക്ബറൊക്കെ നല്ല ഡാൻസാണ്. മലമ്പുഴ ഡാമിൻ്റെ ഈ ഒരു ഭാഗത്തുള്ള നമ്മുടെ ഈ ഡാമിലെ പ്രശസ്തമായ യക്ഷിയുടെ സ്റ്റാച്യു ആണ് ഇവിടെ ഈ കാണുന്നത്. കാനായി കുഞ്ഞിരാമനാണ് ഈ ഒരു യക്ഷിയുടെ ശില്പി. ഇവിടെ നിങ്ങളുടെ ചെറിയൊരു തൂക്കുപാലം ഉണ്ട് ഈ നമ്മുടെ ഡാമിൻ്റെ ഫ്രണ്ട് സൈഡിലാണ്ടോ. തൂക്കുപാലം കിടന്നിട്ട് നമുക്കങ്ങോട്ട് പോവാം. അപ്പോൾ നാളെ മറ്റന്നാൾ അങ്ങോട്ട് ഡാം തുറക്കുന്നതാണ് ഇപ്പോൾ അവിടുന്ന് പറഞ്ഞത്.
നമ്മുടെ മലമ്പുഴ ഗാർഡൻ്റെ എൻട്രൻസിന് മുന്നിലുള്ള കടകളാണിത്. ചെറുപ്പകാലത്ത് നമ്മൾ ഇവിടെ എന്താ സമയത്തുള്ള അതേപോലെ തന്നെയാണ് ഇപ്പോഴും ഇവിടുത്തെ കടകൾ. അപ്പോൾ കവയുടെയും അതുപോലെ നമ്മുടെ മലമ്പുഴ ഡാമിൻ്റെയും ഈ ഒരു മഴക്കാലത്തെ ചെറിയൊരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും വിചാരിക്കുന്നു. അടുത്ത യാത്രകളും കാഴ്ചകളും വിശേഷങ്ങളുമായി നമുക്ക് മുന്നോട്ട്. അപ്പോൾ മാസല